ഓൺലൈനായി എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുവാൻ നിങ്ങളുടെ വോട്ടർ ഐ ഡിയുമായി നിങ്ങളുടെ ഫോൺ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ voters.eci.gov.in എന്ന വെബ്സൈറ്റിൽ ഫോറം 8 ഫില്ല് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വോട്ടർ ഐ ഡിയുമായി അപ്ഡേറ്റ് ചെയ്യുക. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ആധാർ കാർഡിലെയും വോട്ടർ ഐ ഡിയിലെയും പേര് കൃത്യമായി ഒരേ രീതിയിലാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം voters.eci.gov.in എന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി സൈൻ അപ്പ് ചെയ്യുക. ഇലക്ഷൻ കമ്മീഷന്റെ പല സേവനങ്ങളും ആ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം. അതിൽ നിന്ന് സെർച്ച് യുവർ നെയിം ഇൻ വോട്ടർ ലിസ്റ്റ് എന്ന ഐക്കൺ തിരഞ്ഞെടുക്കുക. അവസാന വോട്ടർ ലിസ്റ്റിൽ, അതായത് നിയമസഭ ലോക്സഭ തിരഞ്ഞെടുപ്പിനുള്ള ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓൺലൈനായി ഫില്ല് ചെയ്യുവാനായി മുന്നോട്ട് പോകുവാൻ കഴിയൂ. അങ്ങനെ അവസാന ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കണ്ടെത്തിയാൽ തിരികെ വന്ന് സെർച്ച് യുവർ നെയിം ഇൻ ലാസ്റ്റ് SIR എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് 2002 18 വയസ്സ് തികഞ്ഞ ആളാണെങ്കിൽ അവിടുത്തെ നിങ്ങളുടെ പേര് കണ്ടെത്തുവാൻ കഴിയും. ഇല്ലെങ്കിൽ ലാസ്റ്റ് SIRൽ നിങ്ങളുടെ പേരിന് പകരം നിങ്ങളുടെ പിതാവിന്റെയോ മാതാവിന്റെയോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന്റെയോ ഗ്രാൻഡ് മദറിന്റെയോ പേര് നൽകി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അതിനായി സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക, നിയമസഭാ നിയോജക മണ്ഡലം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുമായി രക്തബന്ധമുള്ള ആളുടെ പേര് നൽകി പരിശോധിക്കുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വിവരം കിട്ടുന്നില്ലെങ്കിൽ കേരള ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി ബൂത്ത് അനുസരിച്ചുള്ള 2002 വോട്ടേഴ്സ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കുവാനും കഴിയും. അതിനായി ഇലക്ഷൻ കമ്മീഷൻ കേരളയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ജില്ല, നിയമസഭാ നിയോജക മണ്ഡലം, നിങ്ങളുടെ ബൂത്ത് എന്നിവ സെലക്ട് ചെയ്ത ശേഷം ആ ബൂത്തിലെ ലിസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. 2002 വോട്ടർ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിന്റെ പേര് കണ്ടെത്തിയാൽ ആ വിവരങ്ങളെല്ലാം അതേപടി എഴുതി വെക്കുക. നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ നമ്പർ, നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബന്ധുവിന്റെ പേര്, അത് കൃത്യം സ്പെല്ലിംഗിൽ തന്നെ, തുടർന്ന് കാണുന്ന ബന്ധുവിന്റെ പേര്, റിലേഷൻ, പാർട്ട് നമ്പർ, പാർട്ട് സീരിയൽ നമ്പർ എന്നീ വിവരങ്ങൾ എഴുതി വെക്കുക. ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയാൽ ഇനി നിങ്ങളുടെ വോട്ടർ ഐ ഡിയും ആധാർ കാർഡും എല്ലാം കയ്യിൽ എടുത്തു വെച്ചിട്ട് എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുവാനായി ആരംഭിക്കാം.